എൻ്റെ പേര് മഹേഷ് പി ശ്രീനിവാസൻ. ഇത് കുടുംബശ്രീയും കുഞ്ഞാടും എന്ന് പറയുന്ന എൻ്റെ 4ാമത്തെ സിനിമയാണ്. ആദ്യ സിനിമ ചങ്ങാതി പൂച്ച, രണ്ടാമത്തെ മൈ ബിഗ് ഫാദർ, മൂന്നാമത്തെ അഭിയും ഞാനും, 4ാമത്തെ സിനിമ ധ്യാനമായിട്ട് ചേർന്ന കുടുംബശ്രീയും കുഞ്ഞാടും. അപ്പോൾ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, എൻ്റെ ഹീറോ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ദിനാനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ഹീറോയോട് ചോദിക്കാം, നമ്മുടെ പ്രൊഡ്യൂസറോട് ചോദിക്കാം. അല്ല ഇതൊരു ഫാമിലി പറഞ്ഞില്ലേ, ഒരു ഫാമിലി സിനിമ, ഒരു സ്ത്രീയെ ബേസ് ചെയ്ത് പോകുന്ന സാധനമാണ്. ഒരു ലേഡിയെ ആരാണ് കുഞ്ഞാടാവുന്നതും കുടുംബസ്ത്രീ ആവുന്നതും കുഞ്ഞാടാവുന്നതും അതാണ് എൻ്റെ ഇത്. ഹലോ, എൻ്റെ പേര് ബെന്നി പീറ്റേഴ്സ്. ഞാൻ ഇങ്ങനെയൊരു പ്രോജക്റ്റ് ധ്യാനം കൂട്ടി മഹേഷിനെയും സംവിധാനം ചെയ്ത് ധ്യാനം ഒപ്പം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം വെരി ഗ്ലാഡ്. ഈ പ്രോജക്റ്റ് ഇതൊരു ഉത്സവം പോലെയായിരുന്നു ചെയ്തത്. ഈ പീരീഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഇനിയും ചെയ്യും. മഹേഷ് ഏട്ടനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ വർഷം മുന്നേ ഒരു സിനിമയായിരുന്നു. അതന്ന് എനിക്ക് തോന്നുന്നു പല കാരണങ്ങൾ, മഹേഷ് ഏട്ടൻ്റെ തിരക്ക് കാരണം അന്നത് നടന്നില്ല. പിന്നെ മഹേഷ് ഏട്ടൻ, എനിക്ക് തോന്നുന്നു മഹേഷ് ഏട്ടൻ ഈ സിനിമ ചങ്ങാതിപ്പൂച്ചയൊക്കെ ചെയ്യുന്നതിന് മുന്നേ മഹേഷ് ഏട്ടൻ മലയാളത്തിലെ ഭയങ്കര അറിയപ്പെട്ടിരുന്ന ഭയങ്കര തിരക്കുള്ള ഒരു ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ കാലം തൊട്ടിട്ട് മഹേഷ് ഏട്ടനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. മഹേഷ് ഏട്ടനെ പറ്റിയിട്ടും മഹേഷ് ഏട്ടൻ വർക്ക് ചെയ്ത സിനിമകൾ അച്ഛൻ്റെ ശിപ്പായിലെ ആ സമയത്തൊക്കെ ഇല്ല. അത് കഴിഞ്ഞ് മിസ്റ്റർ ക്ലീൻ വിനയൻ സാറിൻ്റെ കൂടെ ആയിരുന്നു മഹേഷ് ഏട്ടൻ. അപ്പോൾ എനിക്ക് മഹേഷ് ഏട്ടൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് മൈ ബിഗ് ഫാദർ അല്ലേ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മഹേഷ് ഏട്ടനെ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് നമ്മളൊരു 7-8 വർഷം മുന്നെയാണ് ഒരു കഥയായിട്ട് വേറൊരു സിനിമയുടെ കഥയായിട്ട് ആദ്യം കാണുകയും അതിൻ്റെ ചർച്ച നടക്കുകയും പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് മഹേഷ് ഏട്ടൻ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഇങ്ങനെ സിനിമയായിട്ട് വന്ന സമയത്ത് മഹേഷ് ഏട്ടൻ്റെ സിനിമ, അല്ലെങ്കിൽ മഹേഷ് ഏട്ടൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു അന്ന് നടക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറൊരു കഥയായിട്ട് മഹേഷ് ഏട്ടൻ വന്നപ്പോൾ നമുക്കിത് ചെയ്യാമെന്ന് പറയും. അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഷാജൻ ചേട്ടൻ, ബക്രു ചേട്ടൻ ബിഗ് ഫാദറിന് ശേഷം മഹേഷേട്ടനോട് വീണ്ടും, ജാഫർക്ക, സ്നേഹ, ലിച്ചി, സലീമേട്ടൻ, മണിമല രാജു, ഇത്രയും ഒരു നീണ്ട താരനിരയുള്ളൊരു സിനിമ. അപ്പോൾ ഒരുപാട് എന്താ പറയണ്ടേ, എനിക്ക് തോന്നുന്നൊരു 10-12 ദിവസത്തോളമായിരുന്നു ഞാൻ 2 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം നേരെ ജോയിൻ ചെയ്ത്, അതിന് മുന്നേ ഇത് ചെയ്തിട്ടാണ് നേരെ അത് ജോയിൻ ചെയ്തത്. ഒരു ചെറിയ കുടുംബചിത്രം, ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാവുന്ന ആ ജോണറിൽ മഹേഷിൻ്റെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും വെച്ചാൽ മൈ ബിഗ് ഫാദർ ആയിക്കോട്ടെ, ചങ്ങാതിപ്പൂച്ച ആയിക്കോട്ടെ, ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കും. ആ രീതിയിൽ ഒരു എന്താ പറയണ്ടേ, ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരിക്കും കുടുംബശ്രീ. പിന്നെ ബെന്നിച്ചേട്ടൻ US നിന്നാണ്. ബെന്നിച്ചേട്ടൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ്. സിനിമയോടുള്ള, എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ സിനിമ അധികം കാണാറില്ലല്ലേ. സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും അല്ലെങ്കിൽ സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ബെന്നിച്ചേട്ടൻ. ഇതിലൊരു ക്രൂഷ്യൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബെന്നിച്ചേട്ടൻ ആദ്യമായിട്ടല്ലേ അഭിനയിക്കുന്നത് അല്ലേ? ആണല്ലേ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ഈ വരുന്ന മെയ് 31 റിലീസാവുകയാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു.
ഇതും അതുപോലെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ സിനിമകളൊക്കെ എൻ്റെ 3 ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഇതും അതുപോലെ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞാൽ ഞാൻ ശരിക്കും ധ്യാൻ്റെ അടുത്ത് 2-3 സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് സഹകരിക്കാൻ ഭയങ്കര താല്പര്യം കാണിച്ചു. പിന്നെ ഞാനൊരു ദ്രോഹം ചെയ്തു പുള്ളിയോട്. ഞാൻ 10 ദിവസത്തെ ഡേറ്റ് വാങ്ങിയിട്ട് ഉറങ്ങാൻ സമ്മതിച്ചില്ല. വന്ന അന്ന് മുതൽ വെളുക്കുന്ന ഒരു ഷൂട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എക്സ്ട്രാ ഡേറ്റും തന്നു, എന്നോട് കോപ്പറേറ്റ് ചെയ്തു, വളരെ സഹകരിച്ച് എന്നോട് ചെയ്തു. അതിലേക്ക് വളരെ നന്ദിയുണ്ട് ധ്യാനോട്. ആ ആ ആ ഇല്ല ഇനി മലത്തി അടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു അവനെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം ഇനി എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ വിളിച്ചത് അതിനൊന്നും ആയിരുന്നില്ല. അതിനിടയിൽ ഈ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഈ സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പം ഒരുപാട് സന്തോഷം. എന്ന് വെച്ചാൽ ദീപു കുഞ്ഞിരാമായണത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ ദീപുയുടെ കയ്യിൽ കുറേ വർഷങ്ങളായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന ദീപുവിൻ്റെ ഒരു തുറുപ്പ് ചീട്ട് പോലെ വെച്ചിരുന്നൊരു സിനിമയാണ്. പിന്നെ ബിബിൻ്റെ ആദ്യ സിനിമ മുദ്ദുകോ ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പ്യാർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂരമ്പല നടയിൽ ഒരു ഏത് കഥാപാത്രമാണ് എനിക്കൊന്ന് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അന്ന് അഭിനയിക്കാൻ പറ്റിയില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്ന അല്ലേ. അപ്പോൾ അന്ന് ബിബിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സിനിമ നന്നായതില്ല. ബേസിൽ ഏതാ അങ്ങനെയല്ല. അന്ന് ബിബിൻ്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളത് കൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഏതൊരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബേസിലിനെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ ഇതിനെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ സിനിമ ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് എന്ന് അറിയിച്ചു. അപ്പോൾ ഇനി ഒരു മത്സരം വേണ്ടല്ലോ. ഇനി ഇവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാനും അവനും തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രാഞ്ചൈസി പോലെ ഇത് നാടോടിക്കാറ്റ് പട്ടണ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കുക എന്നുള്ള തീരുമാനം. സന്ധ്യയായി അല്ല നമ്മൾ എന്താ പറയണ്ടേ, ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പാണ് ആയിരുന്നു. ഞാനും സ്നേഹയും ജാഫർക്കയും പിന്നെ പക്രുചേട്ടനൊക്കെ കൂടെയുള്ള ഒരു നാട്ടിലുള്ള ഒരു സ്മോൾ ടൗണിലുള്ള ഗാനമേള ട്രൂപ്പാണ്. ഈ ട്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്നൊരു സംഭവവും അതൊരു ഒരു പോയിന്റ് കഴിയുമ്പോൾ അതിൻ്റെ സിനിമയുടെ സ്വഭാവം മാറുന്നതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ്. ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് ഇത് ഒരു പോയിന്റ് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് തൊട്ടിട്ട് ഉണ്ടാകുന്നൊരു സംഭവം, അതിൻ്റെ സീരീസ് ഓഫ് ഇവൻറ്റ്സ്, പിന്നെ അതിൻ്റെ ഒരു ക്ലോഷറൊക്കെയാണ് സിനിമയുടെ ഒരു ആകത്തുക. വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂട്ടഡായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ ബേസിക്കലി. ആ ആ ആ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ കഥയോ ഒന്നുമല്ല. നമ്മൾ മഹേഷേട്ടനോടൊരു സിനിമ ചെയ്യാൻ, കഥ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി. ഞാൻ മഹേഷേട്ടനോട് എന്തൊരു സിനിമ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കുറേ കാലം മുന്നേ പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. അപ്പം നാളെ പിന്നെ മഹേഷേട്ടൻ ഒരു സബ്ജക്റ്റായിട്ട് വന്നു, ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു. എന്നോട് ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത്. പിന്നെ മഹേഷേട്ടനെ കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹേഷേട്ടന് വേണ്ടി ചില സിനിമകൾ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം തന്നെ സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു സിനിമയിൽ നമുക്ക് ഈ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിൻ്റെ സിനിമ ഞാൻ പറഞ്ഞ ഗുരുവായൂരമ്പല നടയിലായിക്കോട്ടെ, നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്
ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ, ഒരു പ്രത്യേകിച്ച് ഒരു കരിയറിൽ, ആക്ടിങ് കരിയറിൽ ഒരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി, വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയെന്നല്ല, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട്, നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ, ഒരു ഫിക്സ് മാത്രം പോരല്ലോ. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞ പോലെ ഫ്ലോപ്സ് മാത്രം തെറ്റിപ്പോയി, ഫ്ലോപ്സ് മാത്രം പോരല്ലോ, ഇടയ്ക്ക് ഹിറ്റൊക്കെ വേണം. ഒരു ഹിറ്റൊക്കെ അടിച്ച് പിന്നെ ഒന്ന് താഴോട്ട് പോകണം, പിന്നെ ഒന്ന് പൊന്തി വരണം. ലൈഫ് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള ഈ സിനിമ ആയിക്കോട്ടെ, എല്ലാവരും ജെന്യുവൻലി സിനിമ നന്നാവണം എന്ന് ആഗ്രഹിച്ച് സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വെറുതെ ആരും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശം സിനിമയാണെന്ന് വെച്ചാൽ ആരും കാശ് മുടക്കില്ല. അല്ലെങ്കിൽ ബെനിചേട്ടൻ ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്ന ആളാണ്, ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി പുള്ളി വരില്ല. മഹേഷേട്ടൻ ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ, അതും മഹേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഞാനും മഹേഷേട്ടൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാവാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ. പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫെയ്റ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും ഇതാവില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം പറയാം. രണ്ടും ഓക്കെയാ, അല്ല രണ്ടും ഓക്കെ എന്നല്ല. ഞാനിപ്പോൾ പതുക്കെ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജായിട്ട് ഡയറക്ഷനിലോട്ട് കടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക. ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറേ വർഷമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ സൈഡിൽ നടക്കും, അതിൻ്റെ കൂടെ തന്നെ സിനിമകളും സൈഡിൽ അതും കൂടെ തന്നെ വരട്ടെ. അല്ലല്ല, അടുത്തത് ഒരു എന്താ പറയണ്ടേ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയണ്ടേ, ലവ് ആക്ഷൻ ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എൻ്റർടൈനർ പരിപാടി തന്നെ ആയിരിക്കും അടുത്തത്. മാസ് പരിപാടി അല്ലാത്ത ഒരു പരിപാടി. ഏതാ? ആ ആ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ കിട്ടിയോ? പിന്നെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ അതൊന്നുമില്ലല്ലോ. നമുക്ക് സിനിമ ഓടുക, ഇപ്പം ഫെസ്റ്റിവലിലായിരുന്നു അന്ന് വന്നത്, സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അന്ന് നമ്മൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ നന്നായാൽ, അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടെയാണ്. അപ്പം നമുക്ക് കുറേ പടങ്ങൾ ഫ്ലാഷ് വന്ന സമയമാണ്, ഇട്ടിമാണി, ബ്രദേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണം സമയത്തും കൂടെ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അല്ലാണ്ട് എൻ്റർടൈൻമെൻറ്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT-യിലും ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ്. തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ OTT-യിൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആർത്തുല്ലസിച്ച് ചിരിച്ച് വന്ന സിനിമകൾ OTT-യിൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. ഇപ്പോൾ അടുത്തിറങ്ങിയ പല സിനിമകൾ പോലും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ്, അല്ലെങ്കിൽ 30+, 35+ന് മുകളിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
എല്ലാം കൊണ്ടും മിക്സഡ് റെസ്പോൺസ് വന്നതാണ്. എന്നുവെച്ചാൽ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷേ അപ്പോഴും ഒരു 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേര് ചിരിച്ചു, കുറേ പേര് കൊള്ളൂല എന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂ സിസ്റ്റം പോലും ഇപ്പോഴത്തെ ഉണ്ടാകും. ചിലർക്ക് ഒക്കെ ഭയങ്കര പേഴ്സണൽ ആണല്ലോ. ഒരു സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടമാകും, ചിലർക്കത് ഇഷ്ടമാവില്ല. ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് പലതും പറയും. ഇപ്പം നമ്മളിപ്പോൾ ഈ നമ്മളെ സിനിമകൾ പോലും വർഷാക്കേഷൻ ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയല്ലേ, സിനിമ ഓരോരോ ആൾക്കാരുടെ കാഴ്ചപ്പാടില്ല. അപ്പോൾ അത് രീതിയിൽ അന്ന് ലവ് ആക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ. അല്ല, അതുകൊണ്ടല്ലോ കോപ്പിറൈറ്റ് അവരുടെ ഒഫീഷ്യൽ തംബ്നെയിൽ പോസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടാണല്ലോ കോപ്പിറൈറ്റ്. അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഗോക്കുമായിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ടല്ലോ, സിലി മോങ്സൺ വിഷ്ണുവിൻ്റെ കൂടെ. അതിന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേഴ്സണലി ആൾക്കാരെ ഇത് ചെയ്യുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെക്കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് വിഷമാവും. അത് പുള്ളിക്കും അറിയാൻ തോന്നുന്നു. പുള്ളി അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട്, എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് തന്നെ ഫോണിൽ സംസാരിച്ചു. അപ്പം പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ള പുള്ളി ജെനുവിൻ ഫിലിം ലവറാണ് എന്തൊക്കെ പറഞ്ഞാലും. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു ഇപ്പോൾ യൂട്യൂബ്, ഇപ്പം നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ഇതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ഇപ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ഉദ്ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരെയും എന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂകൾ ഇഷ്ടപ്പെട്ട്, പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയൊക്കെയോ ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹറാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജെനുവിൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പം മോശമായി പോകുന്ന സമയത്ത് അവരെ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇൻ്റർവ്യൂവിൽ അശ്വന്തിനോട് തന്നെ കോക്കിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ്. എന്നുവെച്ചാൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ ഏതൊക്കെ സിനിമകൾ വന്നപ്പോൾ കോക്കും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈനാണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്കത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ല, ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്നൊരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും. സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. അപ്പം കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്, അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാമെന്നിരിക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം ഒരു അഭിപ്രായത്തിൻ്റെ പുറത്തൊന്നുമല്ല നമ്മൾ സിനിമ കാണാതിരിക്കുന്നു. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടൊന്നും ഒരു സിനിമ വീണു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ, പുള്ളി ആരുടെയും ശത്രു ഒന്നും ആവുന്നില്ല.
അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ ഇപ്പം എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. നല്ലൊരു, എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രീച്ച് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഇത്. അത്രയും ഒന്നും നടത്തിയിട്ടില്ല, ഇല്ല. അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്തതല്ല എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു സൗഹൃദത്തിൻ്റെ പുറത്തുണ്ടായ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ചേട്ടനുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്തും, ചേട്ടനാണല്ലോ, അപ്പോൾ ചേട്ടൻ്റെ സിനിമയ്ക്ക് വിളിക്കുന്നു. എൻ്റെ സിനിമകളെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, എന്നെ ചൂസ് ചെയ്യാറാണ് പതിവ് ആൾക്ക്. അതെ, ആത്മാർത്ഥത എന്തൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യന്മാരോടും ആണല്ലോ ആത്മാർത്ഥത, സ്നേഹമൊക്കെ. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളുമായിട്ട്. അപ്പം അദ്ദേഹം ഒരു മഹേഷേട്ടൻ ഇത്രയും കാലത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പുള്ളി ഒരു മോശം സിനിമയായിട്ട് വരില്ല എന്നെൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ആ വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത്രയും ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ആദ്യമേ ടൈറ്റിൽ ഇട്ടിരുന്നു ഈ സിനിമ. പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡായി നിൽക്കുന്നൊരു ടൈറ്റിലാണ്. മഹേഷേട്ടൻ്റെ സിനിമകൾക്കൊക്കെ ഉള്ള ടൈറ്റിലൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ കുറച്ച് പൈങ്കിളിയൊക്കെ തോന്നുമെങ്കിലും അല്ലേ. ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ആ ക്യാരക്ടറിന് പറ്റിയ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഡയറക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു, ഞാനൊരു പ്രവാസിയാണ്, അപ്പോൾ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത്. അപ്പം പുള്ളി പറഞ്ഞു വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ്. ആൻഡ് ഞാനൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം മഹേഷിന് ഞാനതിന് ഫിറ്റാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തു. അത്രയേ ഉള്ളൂ. മഹേഷിനെയോ? ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പും ഞാൻ കൈ വിളിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ, എബിലിറ്റി തരണേ. സോഫാർ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് യാതൊരു പേടിയില്ലായിരുന്നു, യാതൊരു നെർവസ്നെസ് ഇല്ലാതെ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസ് ആണ് അത് എൻ്റെ അഭിപ്രായം പറയേണ്ടത്. ബട്ട് ഐ എം വെരി ഷുവർ ദാറ്റ് they will be happy. എനിക്ക് ആക്ച്വലി ആയിട്ട് അഭിനയിച്ചപ്പോൾ എല്ലാവരോടും ഒരു സഹോദര സ്നേഹം ഉണ്ടായത്. ഇപ്പം ഞങ്ങൾ എല്ലാവരോടും ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ അവിടെ ഒരു കുടുംബം പോലെയായിരുന്നു അഭിനയിക്കുന്ന സമയത്ത്. അതിനകത്ത് പേടിയോ കാര്യങ്ങളൊന്നുമില്ല, ആക്ച്വലി ലവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോമ്പിനേഷനൊക്കെ ഞങ്ങൾ വളരെ സൗഹൃദമായിട്ട് ഹാൻഡിൽ ചെയ്തു. ഒരിക്കലുമല്ല, ഗ്യാപ്പൊന്നും ഒരിക്കലും ഒരാളും അങ്ങനെ ഒരുപാട് ഗ്യാപ്പിട്ട് സിനിമയാണെന്ന് നോക്കില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞു, അതൊരു സംഭവിച്ചു പോയതാണ്. ഞാൻ അതിന് മുമ്പൊരു പടം ഞാൻ അസോസിയേറ്റ് ഏറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ചങ്ങാതി പൂച്ച എന്നുള്ള സിനിമ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് എന്ന പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇനി എൻ്റെ പടം കഴിഞ്ഞാൽ ഈ പടത്തിന് വർക്ക് ചെയ്യുമെന്നൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു വാക്ക് കൊടുത്തു, എന്തായാലും ചങ്ങാതി പൂച്ച കഴിഞ്ഞാൽ ഞാൻ താങ്കളുടെ പടം ചെയ്യുന്ന ശേഷം വേറെ എൻ്റെ സ്വന്തമായിട്ട് സിനിമ ചെയ്യുള്ളൂ വാക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഞാൻ ചങ്ങാതി പൂച്ച ചെയ്തു. അത് മോശമില്ലാതെ പോയൊരു സിനിമയാണ്. അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആ പുള്ളിക്ക് കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പടം ചെയ്യണം. അങ്ങനെ അഥവാ ഞാൻ സിനിമയിൽ ആരുമല്ല, ഞാൻ കുറേ വർഷങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്തു എന്നല്ല, ഞാനിതിനകത്ത് അഭിഭാജ്യമായ ഒരു ഘടകമൊന്നുമല്ല ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. എനിക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, എനിക്ക് സിനിമ വേണം. പക്ഷേ ഞാൻ കൊടുത്ത വാക്കിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വന്ന ആ പ്രോജക്റ്റ് മാറ്റിയിട്ട് ആ പടത്തിന് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒന്നേന്ന് ട്രൈ ചെയ്തിട്ടാണ് മൈ ബിഗ് ഫാദർ എന്നുള്ള അടുത്ത പ്രോജക്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചാക്കോച്ചന് ആയിട്ട് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അഡ്വാൻസ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ അതിൻ്റെ ഒരു സമയം വന്നപ്പോൾ എനിക്കൊരു ബാക്ക് പെയിൻ വന്ന ഒരു 6 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിപ്പോയി. അപ്പോൾ അതിനിടയ്ക്ക് തമിഴ് പടം വന്നായിരുന്നു, ഒരു പുതുമുഖങ്ങളെ വെച്ചിട്ട്. അതിൻ്റെ ഷൂട്ടിങ് ഒരു മാസം മുമ്പാണ് ഞാൻ വീണ് പോയത്. അപ്പോൾ അതൊക്കെ ഇത് പറഞ്ഞു, അതൊക്കെ ഞാൻ മാത്രം വിചാരിച്ച പോലെ ദൈവം കൂടെ വിചാരിക്കണം ഞാനത് ചെയ്യണോ വേണ്ടതെന്ന്. അവിടെയും ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നേന്ന് ട്രൈ ചെയ്താണ് അടുത്ത പടം വന്നത്, അഭിജ്ഞാനം എന്ന് പറഞ്ഞാൽ 3ാമത്തെ പടം 2013. അത് വിചാരിച്ച പോലെ പോകാത്തൊരു സിനിമ, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അത് ആരും കണ്ടാൻ വഴിയില്ല. അത്
ഒരു മെയ് 30 ഇതുപോലെ റിലീസ് ചെയ്തു. പക്ഷേ അത് ഭയങ്കര മഴയായിരുന്നു. അവിടെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചാനലുകളിൽ വരുമ്പോഴത്തേക്ക്, സൂര്യ ടി വിയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു 5-6 കോളുകൾ വരും, മിസ് കോൾസ് വരും. കാരണം അതിലെൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോഴെനിക്കറിയാം ഈ സിനിമ ചാനലിൽ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് വിളിക്കുന്നവരാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു, കുറച്ച് ഫാമിലി പ്രോബ്ലംസ്, ഞാൻ കുറച്ച് സിനിമയിൽ നിന്ന് വിട്ടു നിന്നു. അതിനിടയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ധ്യാനമായിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു. പക്ഷേ ആ സമയം ഒന്നും നടന്നില്ല. ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ പോയി ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് ഫ്രാങ്കായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ആർട്ടിസ്റ്റ് ചെല്ലും, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ എനിക്കധികം പരിചയമില്ലാത്ത മീൻസ് വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു പഴയ ഡയറക്ടറല്ലേ എന്ന് പറയുന്നൊരു ഉണ്ട്. പക്ഷെ ഞാൻ ധ്യാനമായിട്ട് വന്നപ്പോൾ ഒരിക്കലും എന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഞാൻ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അതിനൊന്ന് സംസാരിച്ചു. പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ ചെയ്യാൻ ചേട്ടാ അപ്പോൾ കൂടുതൽ ദിവസം തരാൻ എൻ്റെ ഇല്ല. കാരണം ഉള്ള ദിവസം പിഴിഞ്ഞു എനിക്ക് തന്നതാണ്. തിരക്കിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ട് പുള്ളി എനിക്ക് അതിനിടയ്ക്കൊന്ന് പിഴിഞ്ഞ് ചേട്ടാ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നതാണ് ഡേറ്റ്. അങ്ങനെയാണ് ഈ പടം ഇപ്പം നടന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ധ്യാൻ്റെ ഡേറ്റ് എനിക്ക് ഒരുപാട് വേണമെന്ന് ചിലപ്പോൾ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി മാത്രം ധ്യാൻ അത്ര കഷ്ടപ്പെട്ട് തന്ന ഡേറ്റാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എനിക്ക് നല്ലോണം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ എടുക്കുന്നവർ. കാരണം ഇവരുടെ ക്യാരക്ടർ ഈ ഉത്സവപ്പറമ്പിലെ പാടുന്ന ക്യാരക്ടറായതുകൊണ്ട് അതിന് സമയമെടുക്കും അങ്ങനെ. പക്ഷേ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു. ഒരു പരാതി പോലും എന്നോട് പറഞ്ഞില്ല. ഒരിക്കൽ ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് ഒരു ദിവസം കണ്ടു, വേറെ പടത്തിൽ സെറ്റ് ചേട്ടാ പറഞ്ഞു, ചേട്ടൻ്റെ ഒരു 15 ദിവസത്തെ ഡേറ്റ് വെച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു തിരിച്ചു വരവ് ഞാൻ മാക്സിമം ഒക്കെ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം എല്ലാവർക്കും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. എനിക്കത് പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ സബ്ജക്റ്റാണെന്ന് തോന്നി. അതിൽ എന്നോട് സഹകരിച്ചവരെല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. നന്നായി വരുമെന്നുണ്ട് വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ വിലയിരുത്തപ്പെടേണ്ടതാണ് അത് എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല. സ്നേഹമാണ് പേരായിട്ട് വരുന്നത്. ആ കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയാൻ തക്ക ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ വേറെ തന്നെ. നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഈ ഗാനമേള ട്രൂപ്പിനകത്ത് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഹാഫ് ഞങ്ങൾ പ്രണയത്തിലാണ് ഈ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻസ് എന്നൊന്നും പറയാൻ പറ്റുന്നൊരു സംഭവമൊന്നുമില്ല. വേറൊരു പരിപാടിയാണ് എന്തായാലും. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കേട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതായത് ബേസിൽ ഇപ്പോൾ ഒരു ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനാട് ഇറങ്ങിയപ്പോൾ ഓഡിയൻസ് കമന്റിൽ വന്ന് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു, ഞാൻ ഇതൊന്നും കാണാൻ കഴിയാതെ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതൊക്കെ തമാശക്ക് നമ്മൾ പറയുന്നല്ലേ, ഇതൊക്കെ വെറുതെ. അല്ല, ഇത് നമ്മള് ബേസിനോട് ചോദിച്ചപ്പോൾ ബേസിനേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അവൻ്റെ തമാശ അല്ല. ഞാൻ പറയണത് ഞാൻ അവനും തമ്മിലുള്ള ഒരു സൗഹൃദം അത്ര വർഷമായിട്ടുള്ളത്. അപ്പം നമ്മളെന്ത് പറഞ്ഞാലും അത് അവനങ്ങനെ മദ്യപിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ മദ്യപിക്കുമെന്ന് തന്നെ എനിക്ക് കുറെ കാലമായില്ലോ. കഞ്ചാണല്ലോ. അപ്പോൾ അല്ല, അങ്ങനെയല്ല. അത് ഇതൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. ഈ 2 സാധനങ്ങളൊന്നും അവനൊന്നും അങ്ങനത്തെ അവനെ കണ്ടാൽ തോന്നുമോ? അപ്പോൾ എനിക്ക് തോന്നുന്നു അവനൊരു ചെറിയൊരു ഡബ്ബയിൽ എനിക്കൊന്ന് മൂന്നാറിലാറ്റുള്ള സമയത്താറ്റം എനിക്കൊരു നമ്മുടെ ഈ ബോട്ടിലിൻ്റെയൊക്കെ ക്യാപ്പിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അതിൽ ഒഴിച്ചാൽ തന്നെ അവൻ ഫിറ്റാ. അപ്പോൾ അങ്ങനെയുള്ള അല്ല, അതൊക്കെ നമ്മൾ വെറുതെ തമാശക്കാന്ന് പറഞ്ഞു. അവൻ്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ. അപ്പോൾ പിന്നെ അവൻ്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ. അവൻ തന്നെ വിളിക്കുന്നത് അവനെ. ആണോ? നല്ല കാര്യമല്ലേ? അയ്യോ ഇല്ലല്ല, ഞാൻ രാജുവേട്ടനോട്ടിച്ച് സംവിധാനം ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടായില്ല. ആ സമയം മാറിയോ? അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ഒരു ആ ഒരു ഫ്ലോയിലങ്ങ് പോവാന്നല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച്, കാരണം അച്ഛനാ കഴിഞ്ഞ എപ്പോഴോ എന്നോട് ഇങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു. ആ സമയത്ത് അവർ
ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മഹേശ്വരനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരുടെ കൂടെയാണ്. അപ്പോൾ ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമയിൽ മോശം സിനിമയിൽ ആദ്യ സിനിമ തന്നെ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുപോലുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം അല്ലെങ്കിൽ ബോംബ് ഇട്ടേക്കാന്ന് വെച്ച് സിനിമയിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമ വീണു പോകുന്നതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമക്ക് എന്ത് റെലവൻസ് എന്നൊക്കെ തോന്നിയിട്ട് ആൾക്കാർ ഒന്ന് റിജക്ട് ചെയ്ത് കളയും സിനിമയെ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം, നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ് അത്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു ആ സിനിമയെക്കുറിച്ച്. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം പറഞ്ഞു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയോ? ഇല്ല. അല്ലെങ്കിൽ എന്നാൽ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റാണ്. കാരണം അത് ഡിസംബർ 15-ാം തീയതിയാണ് സിനിമ ഇറങ്ങിയത്. 22-ന് പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടിയത് എനിക്കൊന്ന് ഉടലും മറ്റേ നദികൾ സുന്ദരി യോമിന തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആൾ കയറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ. അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും എണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാനൊന്നുമില്ല. സത്യമല്ലേ? എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറേ പേരുടെ സിനിമയൊന്നും ഓടാനില്ല. കാരണം 100-110-130 സിനിമയിൽ നിന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു 10-20 സിനിമകളാണ് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിൽ അതിലൊരു 30-40 സിനിമ എൻ്റെ ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വർഷം മാറിയപ്പോൾ സിനാരിയോ ഒക്കെ മാറി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്നു. അപ്പോൾ ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണ്ണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാർ തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ളൊരു വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ തന്നെ പോവുക. നല്ലതും വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകളും വരും. അതിന് ഞാനിപ്പോൾ എന്തായാലും വളരെ ചൂസ് ചെയ്ത് വല്ലതും പിക്ക് ചെയ്തിട്ടൊന്നും പോകണില്ല. ഇതിപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോട്ടെ എന്നായിരിക്കും. ആ ആ എടാ നിനക്ക് തന്നെ എത്ര കാലമായിട്ട് അറിയാം? അപ്പോൾ പിന്നെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിലല്ലേ ഉള്ളൂ. സിമ്പിൾ ആവണ്ട. നമ്മൾ എത്ര കാലമായി കാണുന്നു. ആ അത് അല്ല പുള്ളി എനിക്കൊരിക്കലും ബെൻചേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടോ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്രയും ആർട്ടിസ്റ്റ് നമ്മൾ കുറേ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു അങ്ങനെ ഒരു ഇൻഹിബിഷനോട് കൂടി ചെയ്തതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളി വളരെ തന്മയത്തോടുകൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യേണ്ട സാധനം പുള്ളി വളരെ ഭംഗിയായിട്ടും രസകരമായിട്ടും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ അതും കുറേ ഡയലോഗുകളും കുറേ സീനുകളും ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ പ്രധാന കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ പുള്ളി ഡെഫിനറ്റായിട്ടും ആ ക്യാരക്ടറിന് ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടെടുത്തോളം. അതെ, മഹേഷ് എല്ലാവരും സിനിമ പോയി കാണണം എന്നുള്ള അഭിപ്രായമാണ്. അതെല്ലാവരും പറയുന്നതാണ്. എല്ലാ സിനിമ കാണണം, റിവ്യൂസിൻ്റെ പിറകെ പോകാതെ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതൊരു മഹത്തായ ഭയങ്കര സിനിമയൊന്നുമല്ല, ഇതൊരു കുഞ്ഞു സിനിമയാണ്. ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ്. അത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ദയവ് ഇത് തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് അതിനെ വിലയിരുത്തണം എന്നാണ്. മറ്റുള്ളവർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാതിരിക്കരുത്. പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ടതിനെ വിലയിരുത്തുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഈ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു വിശ്വാസം. അല്ല, ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് അല്ലേ പറയും. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 മാസത്തിനടങ്ങിയ സിനിമകളാണ് ഇപ്പോൾ ഓടിയ സിനിമകളൊക്കെ.
തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു എത്ര 1000 കോടിയോ 500 കോടിയുടെ അറ്റം മലയാള സിനിമക്കല്ലേ, എത്രയോ 1000 കോടിയുടെ അറ്റം ഇത് വന്നു. അപ്പോൾ ആ രീതിയിൽ ആദ്യം ചോദിച്ച ചോദ്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് OTT വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സഡ് അഭിപ്രായം വരുന്നത്. മിക്കതും OTT കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾ, ഇപ്പം ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്ന ആളല്ല. തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതെന്തുകൊണ്ട് ഓടി, ഇതെന്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാരെ കൂടെ ഇരുന്നിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതിൻ്റെ ഒരു മൂഡ് വേറെയാണ്. വലിയ സ്ക്രീനിൽ, സൗണ്ടിൽ ആ ഹോൾ എക്സ്പീരിയൻസ് വേറെയാണ്. അതേ OTT വന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മളിൽ നിന്ന് ചാരി ഒരു കസേരയിൽ ഇരുന്നിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടേ, ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മുടെ ആസ്വാദന ലെവൽ കുറച്ചുകൂടെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുകയുള്ളൂ. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. വീട്ടിൽ നമ്മളിന്ന് TV ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് ചിലപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് കാണണമെന്നില്ല. അതുകൊണ്ടാണ് പല സിനിമകളും OTT വരുന്ന സമയത്ത്, അല്ലെങ്കിൽ OTT കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത 35 അല്ലെങ്കിൽ ഒരു കുറച്ചൊരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത, ചെറുപ്പക്കാരല്ലാത്ത കുറേ ആൾക്കാരാണ് OTT പിന്നെ പുറത്തുള്ള പ്രവാസികൾ അല്ലെങ്കിൽ അവരൊക്കെയാണ് OTT നിന്ന് കാണുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ TV നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഓടി എന്നൊക്കെ സംശയം വരും. കാരണം യൂത്താണ് പല സിനിമകളും, യങ്സ്റ്റേഴ്സാണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പിനെ കാറ്റർ ചെയ്ത സിനിമകളാണ്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ നമ്മുടെ സിനിമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയം, ഇപ്പോൾ ആവേശം, വർഷങ്ങൾക്ക് ശേഷം ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ സിനിമ. അതേ വർഷങ്ങൾക്ക് ശേഷം ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ആ രീതിയിൽ ഏട്ടൻ്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഫാമിലി, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവരാണ് കൂടുതൽ നമുക്കൊരു ഇനീഷ്യലി കിട്ടിയതൊക്കെ ആ ഇൻ്റർവ്യൂ നിന്നും പരിപാടിയിൽ നിന്നൊക്കെ കിട്ടിയ. കാരണം സാധാരണ ഏട്ടൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിന് ഒരു വെൽക്കമിംഗ് ഒന്നും ആ സിനിമക്ക് കിട്ടിയിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് എപ്പം ഏത് ലെവലിൽ വേണമെങ്കിലും മിക്സഡ് അഭിപ്രായങ്ങൾ, സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റ് ഇല്ലാത്ത കുറേ സിനിമകളുണ്ട്. ഇപ്പം നമ്മൾ TV വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ ഇപ്പോഴും റിപ്പീറ്റ് കാണുന്നു. അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ കുഞ്ഞിരാമായണം റിപ്പീറ്റ് കാണുന്നുണ്ട്, ആട്, കപ്പിയാരൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളാണ്. പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളിൽ പോലും നമ്മൾ റിപ്പീറ്റ് കാണണം, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് വരുന്ന പോലുമില്ല. അപ്പോൾ മിക്ക OTT കാണുന്ന ആൾക്കാരും ബിഗ് സ്ക്രീനിൽ നിന്ന് OTT വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നതിൻ്റെ കാരണം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ത്രില്ലർ സിനിമകളൊക്കെ, പ്രത്യേകിച്ച് ത്രില്ലറൊക്കെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഒക്കെ ഇമ്പാക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ. ഞാൻ പേര് പറയണില്ല, പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമകൾ പോലും, അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടിയിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടേനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിലിരുന്ന് കാണുന്നത്. അപ്പോൾ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങിക്കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റിലെല്ലാം OTT വരുമ്പോഴാണ്. അല്ല, അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ്, കാരണം ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഇതിൽ സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആവേശത്തിലില്ല, മഞ്ഞുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. ഫീമെയിൽ ഇവിടെ എത്ര ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകളുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയ ഇതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടി. അത്
ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയല്ലേ അല്ലേ, ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ല എന്ന് പറയുന്നില്ല, അത്തരത്തിലുള്ള കഥകൾ ഒരു കഥക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ, അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ അങ്ങ് മാറ്റി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് സിനിമ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ്. ഇപ്പോൾ നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ, റോം കോം. ഇപ്പം ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡ്രാമ ഡയറക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നിവിനെ കൊണ്ട് വേറെ അല്ല, സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? കാരണം മേ ബി ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ് കാണാം. അതുകൊണ്ട് ചിലപ്പോൾ ഇതായി കാണാമെന്നായിരിക്കും. അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ അവരെവിടെയെന്ന്. കാരണം അവരുടെ എല്ലാവരും മിക്ക ആക്ടേഴ്സും അല്ല മിക്ക ആക്ട്രസസുമാരും ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. എനിക്കതെങ്ങനെ അറിയാം? അയ്യോ, അങ്ങനെ ഒരിക്കലും എനിക്കറിയില്ല എന്തുകൊണ്ട് അവർക്ക് സിനിമയില്ലാന്ന് ഞാനിങ്ങനെ പറയാം. അത് പറയില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പോൾ. നമ്മളിങ്ങനെ എന്തായാലും നിവിനല്ല ഇപ്പോൾ ആലോചന. അങ്ങനെ ഞാനങ്ങനെ ഒരിക്കലും വിചാരിക്കത്തില്ല. എനിക്ക് ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ വേണം. അതിൻ്റെ അകത്ത് ഉള്ള അപ്പോൾ അവർ വരുന്നതുകൊണ്ടുള്ള എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ ചർച്ചയ്ക്ക് വന്നു, ഓപ്പൺ ഫോറത്തിൽ വന്ന ചർച്ച. ഞാനിപ്പോൾ ദിലീപേട്ടനോടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടനോട് ലിസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് ഞാനിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ ദിലീപേട്ടനോട് ബബ്ബ. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഫാഹിമാണ് എഴുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഓ